മുണ്ടും മടക്കി കുത്തി മീശയും പിരിച്ച് വില്ലന്മാരെ ഒറ്റയടിക്ക് പറത്തുന്ന ആൽഫ മെയിൽ നായകന്മാരായിരുന്നു ഒരു കാലത്ത് നമ്മുടെ സ്ക്രീൻ നിറയെ. ആണുങ്ങൾ കരയില്ല എന്നൊരു കള്ളം തലമുറയിലേക്ക് കുത്തിവെക്കുന്നതിൽ ഈ സിനിമകൾ വലിയ പങ്ക് വഹിച്ചു. എന്നാൽ കല്ലുപോലെ ഉറച്ച മനസ്സിനുള്ളിലും നീറുന്ന ഒരു കടലുണ്ടെന്ന് പുതിയ കാല സിനിമകൾ നമ്മെ പഠിപ്പിക്കുന്നു. പേടിയും സങ്കടവും കുറ്റബോധവുമുള്ള പച്ചയായ മനുഷ്യരായ നായകന്മാരുടെ കാലമാണിത്. മധു സി നാരായണന്റെ കുമ്പളങ്ങി നൈറ്റ്സ് ഇതിന് വലിയൊരു തുടക്കമായിരുന്നു. സൗബിൻ ഷാഹിർ അവതരിപ്പിച്ച സജി എന്ന കഥാപാത്രം തന്റെ സുഹൃത്തിന്റെ മരണശേഷം നിയന്ത്രണം വിട്ട് ഒരു സൈക്കോളജിസ്റ്റിന് മുന്നിലിരുന്ന് വാവിട്ടു കരയുന്നുണ്ട്. അത് തകർക്കുന്നത് നൂറ്റാണ്ടുകളായി മലയാളികൾ കൊണ്ടു നടന്ന കപട ആണത്തത്തെ കൂടിയാണ്. ആ കരച്ചിലിൽ ഒരു ബലഹീനതയല്ല, മറിച്ച് സ്വയം ശുദ്ധീകരിക്കാനുള്ള ഒരു മനുഷ്യന്റെ ധീരതയായിരുന്നു. ഓർമ്മയും മറവിയും സത്യവും നുണയും കൂടിക്കഴിഞ്ഞ അപ്പുപിള്ളയുടെ ലോകത്ത് ഒരച്ഛനും മകനും തമ്മിലുള്ള വൈകാരിക സംഘർഷമാണ് കിഷ്കിന്ധകാണ്ഡം. ആസിഫ് അലി അവതരിപ്പിച്ച അജയൻ തന്റെ ജീവിതത്തിലെ സങ്കീർണമായ നിമിഷങ്ങളിൽ നിസ്സഹായനായി തളർന്നു പോകുന്നുണ്ട്. പുറത്തു കടക്കാനാകാത്ത ഒരു കുരുക്കിൽപ്പെട്ടുപോയ ഒരാളുടെ ദൈന്യത അയാളുടെ കണ്ണുകളിൽ കാണാം. തന്റെ സങ്കടങ്ങൾ പുറത്തു പറയാനാവാതെ തേങ്ങുന്ന അജയൻ കുടുംബത്തിനു വേണ്ടി ഉരുകിത്തീരുന്ന ആയിരക്കണക്കിന് സാധാരണ മനുഷ്യരുടെ പ്രതിരൂപമാണ്. മലയാളി സദാചാരത്തിന്റെ നെടുന്തൂണുകളെ ഒന്നടങ്കം ഇളക്കിമറിച്ച കഥാപാത്രമാണ് മമ്മൂട്ടി അവതരിപ്പിച്ച മാത്യു ഡേവിസ്. തന്റെ ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള ഭയവും പങ്കാളിയോട് ചെയ്ത നീതിയില്ലാത്ത പ്രവൃത്തിയിലെ കുറ്റബോധവും അയാളെ വേട്ടയാടുന്നുണ്ട്. ആ സിനിമയിലെ മാത്യുവിന്റെ ഒരൊറ്റ കരച്ചിലുണ്ട്. എൻ്റെ ദൈവമേ എന്ന ആ വിളിയിൽ അയാൾ അനുഭവിച്ച ഏകാന്തതയും വേദനയും ഭാരവുമെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്. കല്ലുപോലെയുള്ള മുഖഭാവങ്ങളല്ല, തകർന്നടിയുന്ന മനസ്സിനെ സ്ക്രീനിൽ കാണിക്കാനാണ് ഈ സിനിമ ശ്രമിച്ചത്. ലളിതമായ പ്രണയ നായകനിൽ നിന്നും ഉത്തരവാദിത്തമുള്ള ഡോക്ടറിലേക്കുള്ള രവി തകരന്റെ വളർച്ചയിൽ കണ്ണീരിന് വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ അഞ്ജലി മേനോന്റെ കൂടെയിലെ ജോഷോ, പരുക്കക്കാരനായ ആരോടും സംസാരിക്കാത്ത ജോഷോക്കുള്ളിൽ മുറിവേറ്റ ഒരു കുട്ടിയുണ്ടായിരുന്നു. തന്റെ സഹോദരിയോടുള്ള സ്നേഹവും നഷ്ടവും തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ അയാൾ കാണിക്കുന്ന വികാരങ്ങൾ പുതിയൊരു നായക മുഖമായിരുന്നു. മായാനദിയിലെ മാത്തൻ അത്രയും ഇൻസെക്യൂറായ ഒരു കാമുകനാണ്. എന്നോട് ഒരു തരി ഇഷ്ടം പോലും തോന്നുന്നില്ലേ എന്ന് അപ്പുവിനോട് ചോദിക്കുന്ന മാത്തൻ തോൽവികൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവനാണ്. മൂത്തോൺ സിനിമയിലെ നിവിൻ പോളിയുടെ അക്ബറാകട്ടെ ലിംഗഭേദങ്ങൾക്കുമപ്പുറം പ്രണയത്തിന് വേണ്ടി നീറുന്ന ഒരാളാണ്. ഇവരൊന്നും തന്നെ ആയുധം കൊണ്ട് യുദ്ധം ജയിക്കുന്നവരല്ല, മറിച്ച് വികാരങ്ങൾ കൊണ്ട് ഹൃദയം കീഴടക്കുന്നവരാണ്. ബാംഗ്ലൂർ ഡേയ്സിലെ അജു തന്റെ കുട്ടിക്കാലത്തെ ട്രോമകളെയും കുടുംബത്തിന്റെ അവഗണനയും മറികടക്കാൻ ശ്രമിക്കുന്ന ആളാണ്. ആ കഠിനാധ്വാനത്തിന് പിന്നിലെ നോവ് പ്രേക്ഷകർ തൊട്ടറിഞ്ഞു. സമാനമായി അപ്പൻ സിനിമയിലെ സണ്ണി വെയിൻ അവതരിപ്പിച്ച ന്യൂന് ക്രൂരമായ അച്ഛനോടുള്ള വെറുപ്പിനിടയിലും മകൻ എന്ന നിലയിലുള്ള ആദിയും വേദനയും സങ്കടവുമെല്ലാം ന്യൂനിൽ കാണാം. ഇത്രയും കാലം സിനിമകളിൽ നാം കണ്ട ആദർശപുത്രനായിരുന്നില്ല അയാൾ, മറിച്ച് സാഹചര്യങ്ങളാൽ ഉലഞ്ഞുപോയ ഒരു മകനായിരുന്നു. പേടിയുള്ള, ടെൻഷനുള്ള, കണ്ണു നിറയുന്ന ആണുങ്ങളെയാണ് ഈ സിനിമകളിലെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മനുഷ്യ സഹജമായ എല്ലാ കുറ്റങ്ങളും കുറവുകളും തങ്ങൾക്കുമുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ മലയാള സിനിമയിലെ നായകന്മാർ ഇന്നും മടിക്കുന്നില്ല. ആണുങ്ങൾ കരയുന്നത് ബലഹീനതയല്ല, മറിച്ച് അവർ മനുഷ്യരാണെന്നതിൻ്റെ തെളിവാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മലയാള സിനിമയുടെ ചരിത്രം തിരുത്തപ്പെടുകയാണ്.